ചെസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഇന്ന് സ്വാഗതം. നമ്മൾ പഠിക്കാനിരിക്കുന്നത് ചെസ്സിലെ ഓപ്പണിംഗ് പ്രിൻസിപ്പിളാണ്. ഗെയിമിന്റെ തുടക്കത്തിൽ പാലിക്കേണ്ട 5 പ്രധാന നിയമങ്ങൾ. പ്രിൻസിപ്പിൾ 1, കൺട്രോൾ ദ സെൻറ്റർ. ബോർഡിന്റെ സെൻറ്റർ D4, E4, D5, E5 സ്ക്വയറുകളാണ് ഏറ്റവും ശക്തമായ ഭാഗം. സെൻറ്റർ കൺട്രോൾ ചെയ്താൽ നിങ്ങളുടെ പീസ് ആക്റ്റീവ് ആകും. അതുകൊണ്ട് ഓപ്പണിങ്ങിൽ പോൺ മൂവ് പോലെ E4, D4 ഉപയോഗിക്കുക. പ്രിൻസിപ്പൽ 2, ഡെവലപ്പ് യുവർ പീസ്. നൈറ്റ് ആൻഡ് ബിഷപ്പ് ഓപ്പണിങ്ങിൽ പുറത്തേക്ക് കൊണ്ടുവരിക. സം പീസ് റിപ്പീറ്റഡ് മൂവ് ചെയ്യരുത്. ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് തുടങ്ങാൻ ചാൻസ് കിട്ടും. പ്രിൻസിപ്പൽ 3, കിങ് സേഫ്റ്റി. കിങ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം കാസ്ലിംഗം ആണ്. കിങ് സെൻട്രൽ അധിക നേരം വെക്കരുത്. പ്രിൻസിപ്പൽ 4, ഡോണ്ട് മൂവ് ദ ക്യൂൻ ടു എയർലി. ഓപ്പണിങ്ങിൽ ക്യൂൻ പുറത്തിറക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഓപ്പണിൻ്റെ സ്മോൾ പീസുകൾ ഈസിലി അറ്റാക്ക് ചെയ്യും. ഫസ്റ്റ് ഡെവലപ്പ് നൈറ്റ് ആൻഡ് ബിഷപ്പ്, അതിനുശേഷമേ ക്യൂവിനെ പുറത്തിറക്കാവുള്ളൂ. പ്രിൻസിപ്പൽ 5, ഡോണ്ട് പുഷ് ടു മെനി പോൺസ്. പോൺസ് മൂവ് അധികം ഓപ്പണിങ്ങിൽ അവോയ്ഡ് ചെയ്യുക. പോൺസ് മുന്നോട്ട് പോയാൽ പിന്നിലേക്ക് വരാനാവില്ല. അതിനാൽ പോൺ സ്ട്രക്ചർ വീക്ക് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ഓപ്പണിംഗ്. ഇത് ഇറ്റാലിയൻ ഗെയിം ഓപ്പണിംഗ് ആണ്. സെൻറ്റർ കൺട്രോൾ, പീസ് ഡെവലപ്മെൻറ്റ്, കിങ് സേഫ്റ്റി എല്ലാം പാലിക്കുന്നു. ഇവയാണ് ചെസ്സിലെ ഓപ്പണിംഗ് പ്രിൻസിപ്പിൾ. ഈ നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് സ്ട്രോങ് ഓപ്പണിംഗ് പൊസിഷൻ കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.